സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സക്സസ് തരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ട്രെൻഡ് ലൈൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ചാനൽ ട്രേഡിംഗ്. ഈ ഒരു സ്ട്രാറ്റജി വെച്ച് ട്രേഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്കിതെങ്ങനെയാണ് ഒരു ചാർട്ടിൽ വരക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ട്രേഡിംഗ് വ്യൂ എന്ന ചാർട്ടിംഗ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും സ്റ്റോക്കിൻ്റെയോ ഇൻഡെക്സിൻ്റെയോ ചാർട്ട് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ബ്ലാങ്ക് ചാർട്ടാണ്. ഇനി ഇതിൽ എങ്ങനെയാണ് ട്രെൻഡ് ലൈൻസ് വരക്കുക എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ചാർട്ടിൻ്റെ ടൈം ഫ്രെയിം ഡേ ക്യാൻഡിൽസിൽ നിന്ന് മാറ്റി മന്ത്ലി ക്യാൻഡിൽസിലേക്ക് മാറ്റണം. കാരണം ഇതൊരു ലോങ്ങർ ടൈം ഫ്രെയിമിലാണ് കൂടുതലും വർക്ക് ആവുന്നത്. ഇപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്കൊരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ കാണാൻ പറ്റും. ഈ ക്യാൻഡിൽസിനെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെൻഡ് ലൈൻസ് വരക്കുന്നത്. ട്രെൻഡ് ലൈൻസ് വരക്കാനായി നിങ്ങൾ താഴെ ഡ്രോയിങ്സ് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് ട്രെൻഡ് ലൈൻസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ചാർട്ടിന്റെ എവിടെ വെച്ചാണ് വരയ്ക്കേണ്ടത് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് താഴേക്കൊന്ന് വലിച്ചാൽ മതി. ഇനി ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ അനുസരിച്ച് ഇതിന്റെ പൊസിഷൻ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിന്റെ നീളം കൂട്ടാൻ വേണ്ടി ഇതിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് പിടിച്ചു വലിച്ചാൽ മതി. ഇനി ഇതുപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ കൂടി താഴെ വരക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ നമ്മൾ 2 ട്രെൻഡ് ലൈൻസ് വരച്ചു. 2 തരത്തിലുള്ള ട്രെൻഡ് ലൈൻസ് ഉണ്ട്. ഒന്ന് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, പിന്നൊന്ന് ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. ഈ മേലെ നമ്മൾ വരയ്ക്കുന്ന ലൈനിനെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എന്ന് പറയും. പ്രൈസ് മേലേക്ക് പോയി തട്ടി താഴേക്ക് വരുന്ന സോൺ. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് താഴേക്ക് വന്ന് വീണ്ടും മേലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ബോട്ടം ലെവലാണ് സപ്പോർട്ട് സോൺ. ഇപ്പോൾ നിങ്ങൾ ഈ ട്രെൻഡ് ലൈൻ സോൺ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും എവിടെ വെച്ച് ട്രേഡ് എടുക്കണമെന്ന്. പക്ഷേ ഇത് മന്ത്ലി ടൈം ഫ്രെയിമിലാണ് നോക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു പൊസിഷൻ എടുക്കണമെങ്കിൽ കുറേ ദിവസങ്ങളോ മാസങ്ങളോ ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതാണ് അൾട്ടിമേറ്റ് മണി മേക്കിംഗ് സ്ട്രാറ്റജി എന്നല്ല. ഇത് ബ്രേക്കായി പ്രൈസ് വീണ്ടും താഴോട്ട് പോകും, എന്നിട്ട് വീണ്ടും പ്രൈസ് മേലോട്ട് വരും. സോ അതുകൊണ്ട് നിങ്ങളുടേതായ റിസ്ക് മാനേജ്മെന്റ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെയുള്ള വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത്. ഇത് ഫെഡറൽ ബാങ്കിന്റെ മന്ത്ലി ടൈം ഫ്രെയിം ചാർട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതേ ട്രെൻഡ് ലൈൻ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ HDFC ബാങ്കിന്റെ മന്ത്ലി ടൈം ഫ്രെയിം ചാർട്ട് എടുത്ത് നോക്കിയാലും അതിലും ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റും. സോ നമ്മൾ പ്രൈസ് ബോട്ടം ലെവൽ എത്തിയാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഇതുപോലെയുള്ള ചാർട്ട് പാറ്റേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.